ചേട്ടാ ഓട്ടം പറ്റില്ല കയറിയേക്കല്ലേ. ഓക്കെ, ഒരു കയ്യടി കൊടുക്കാം. ബഹുമാനായ MLA ഷൈൻ മെമ്പറും കൂടി മൊമെന്റോ നൽകുന്നു. നിന്റെ വട്ടാണോ? പക്ഷെ ഈ കാര്യം പറഞ്ഞു വന്നപ്പോ നമ്മുടെ പ്രസിഡന്റ് അന്ന് പറയായിരുന്നു, ജയക്ക് എന്തായാലും ഇപ്പൊ ഒരു ഇത്തിരി സ്ഥലം കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജയയുടെ വാർഡിൽ ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് നമ്മുടെ ഈ വാർഡില് എല്ലാവരുടെയും ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് നമുക്കിവിടെ സ്ഥലം കിട്ടിയതും അതേപോലെ തന്നെ കെട്ടിടം വന്നതും. ഈ കെട്ടിടത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കെട്ടിടം വന്നു കഴിഞ്ഞാലും അതിന് ഒരു കറണ്ട് ചാർജിന് കറണ്ട് കിട്ടാൻ വേണ്ടി കണക്ഷന് വേണ്ട പൈസയൊക്കെ സാധാരണഗതിയിൽ പഞ്ചായത്താണ് മിക്കവാറും അടച്ചു വന്ന് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഇതൊക്കെ നമ്മൾ പഞ്ചായത്താണ് ചെയ്യാറ്. അപ്പോ അതിനു കൂടി നമ്മുടെ ജില്ലാ മെമ്പർ പൈസ വെച്ചു എന്നുള്ളതാണ്. കാരണം നമുക്ക് വയറിങ്ങിന്റെ പൈസ സാധാരണഗതിയിൽ രണ്ടാം ഘട്ടമൊക്കെയാണ്, രണ്ടാം വർഷത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ കിട്ടാറ്. കാരണം ഒരുമിച്ചൊറ്റ ഫണ്ടായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ തന്നെ തന്നാൽ പോലും 2-3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് കിട്ടാറ്. പക്ഷെ അത് ഒരു തവണയായിട്ട് തന്നെ നമ്മുടെ ജില്ലാ മെമ്പർ അത് വെച്ചു എന്നുള്ള കെട്ടിടം പണിയാനും വയറിങ് ചെയ്യാനും പ്ലംബിങ് ചെയ്യാനും അനുബന്ധ കറണ്ട് കിട്ടാനുള്ള KCBയിൽ അടയ്ക്കാനുള്ള ഫണ്ട് വരെ നമ്മുടെ ജില്ലാ മെമ്പർ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു യോഗമാണ് ഇപ്പൊ എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഏതാണ്ട് 12-13 അംഗനവാടികൾക്ക് മാത്രം കെട്ടിടമുണ്ടായിരുന്ന സ്ഥാനത്ത് ഏതാണ്ട് 7-8 കെട്ടിടമില്ലാത്ത അംഗനവാടികളുള്ളപ്പോൾ അവയെ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ MLAയുടെ കാലഘട്ടത്തിൽ പൂർണ്ണമായും കെട്ടിടമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ചത്. അവിടെ എടുത്ത തീരുമാനം പടിപടിയായി നടപ്പിലാക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ അംഗൻവാടി. ഈ 4 കെട്ടിടം മാത്രമേ ഉള്ളൂ. ബഹുമാനായ 2ാം വാർഡ് നമ്മുടെ വാർഡിലുള്ള കെട്ടിടം, ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി മെമ്പർ ഈ സാമ്പത്തിക വർഷം 24-25 സാമ്പത്തിക വർഷം 4 കെട്ടിടത്തിൽ 1 കെട്ടിടത്തിനുള്ള ഫണ്ട് വെച്ച് കഴിഞ്ഞു. ഞാൻ പ്രത്യേകം ലാലി മെമ്പറെ അഭിനന്ദിക്കുന്നു. ഇനി 3 കെട്ടിടമാണുള്ളത്. MLA തന്നെ ആ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലൈജോ മെമ്പറുടെ കെട്ടിടം അടുത്ത ശനിയാഴ്ച നിർമ്മാണോദ്ഘാടനം നടത്തുകയാണ്. MLA ഡേറ്റ് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുന്നത്. ബാക്കി 2 ഉള്ളൂ. ബഹുമാനിയായ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സന്റെ ഒട്ടും വൈകാതെ MP MLA ഫണ്ടോ ജില്ലയോ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനത് ഏറ്റെടുക്കുന്നുള്ളൂ. ഞാൻ എനിക്ക് തന്ന അംഗൻവാടി കെട്ടിടമാണിപ്പോൾ ഞാൻ മാറിക്കൊടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും മുമ്പ് എടുക്കുകയല്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ ഓരോ ഘട്ടത്തിലും മാറ്റി മാറ്റി കൊടുത്തത്. എന്തായാലും എനിക്ക് ദുഃഖമില്ല, ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും. ആ ഒരു നിശ്ചയദാർഢ്യം എടുത്ത ഞങ്ങൾക്കൊക്കെ പ്രചോദനമായ MLA ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ അവസരത്തിൽ നിൽക്കുമ്പോൾ. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന തുകയിൽ നിന്ന് തീർച്ചയായിട്ടും എൻ്റെ ഡിവിഷനിൽ വരുന്ന പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ആ ഡിവിഷനുകളിലേക്കും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരത്തിൽ തീർച്ചയായിട്ടും അംഗൻവാടിയോ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്താറുണ്ട്. അതെനിക്ക് പണ്ടേ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടം തുടങ്ങി നമുക്കറിയാം. കുട്ടികളെ കൊണ്ടുവന്ന് അംഗൻവാടിയിൽ ഇരുത്തുമ്പോൾ പലപ്പോഴും ഒരു ശോചനീയ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കാറ്. അന്ന് നേരത്തെ ബിജു പാലാട്ടി പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലായിരുന്നപ്പോഴും 24 അംഗൻവാടി ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എടുത്തത് അന്നൊക്കെയും എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായിട്ട് ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുക, അത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വന്നിരിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് അന്ന് കറുട്ടി ഗ്രാമപഞ്ചായത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് വളരെ മനോഹരമായിട്ട് പിന്നീട് വന്ന ഭരണസമിതി ഒക്കെ അത് ഏറ്റെടുക്കുകയും ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 അംഗൻവാടിക്ക് മാത്രമാണ് ഇപ്പൊ കറുറ്റിയിൽ ഈ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. അതിനും ഈ വർഷം ഞാൻ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയും പ്രവർത്തനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കറുറ്റി ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായിട്ട് കെട്ടിടം പൂർത്തിയാവുകയാണ്. അന്ന് CDPയുടെ എന്ന് തന്നെ കാണുമ്പോൾ പറയും, പ്രസിഡന്റ് അവിടുത്തെ മാത്രമല്ല മുക്കന്നൂരുണ്ട്. ഞാൻ മുക്കന്നൂർ നോക്കാം. മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ ഡിവിഷനിൽ വരുന്ന വാർഡുകളിൽ എനിക്ക് കിട്ടുന്ന ഫണ്ട് തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കാനും വെക്കാം. അങ്ങനെയാണ് അന്ന്
ഇവിടുന്ന് കിട്ടിയ അനുവാദ പ്രകാരം ഇങ്ങനെ സ്ഥലമുണ്ടെന്നും ജയയുടെ വാർഡിലാണ് അതിന് ഫണ്ട് വെക്കണമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു 2 തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തനം വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷം ബിൽഡിംഗ് പണിയും പിന്നത്തെ വർഷം വയറിംഗ് കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു 2 വർഷം വീണ്ടും ഇത് ഇങ്ങനെ ഒരു ജീർണിച്ച അവസ്ഥയിൽ നമുക്ക് ഒരു ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് കുട്ടികളായാലും എന്തായാലും ആ പ്രവർത്തനത്തിലേക്ക് എത്തണമെന്നാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. അതിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കിട്ടിയ ഫണ്ടില് നമുക്കറിയാം അന്ന് ഞാൻ 15 ലക്ഷം രൂപയാണ് വെച്ചിരുന്നെങ്കിലും പിന്നെ വയറിംഗിന് വേണ്ടി വീണ്ടും ഫണ്ട് കുറവാണെന്ന് പറഞ്ഞ് വീണ്ടും ഭേദഗതി ഇതിന് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം അതിന് വെച്ചിട്ടാണ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ നിർദ്ദേശം ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലമാണ് 1.5 സെന്റ് ആണെങ്കിലും അതിൽ ഇത്തിരി മനോഹരമായിട്ട് കുട്ടികൾക്ക് ഇരിക്കുവാനും അതിന് കടന്നു പോകാനും ഒക്കെ സജ്ജീകരണം ചെയ്ത് അതിനെ എഞ്ചിനീയറിംഗിനെയും പ്രത്യേകം ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അനുമോദിക്കുകയാണ്. വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. നമുക്ക് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആകാതെ അതേപോലെ അതിനെ സഹായിച്ച തൊട്ടടുത്തുള്ള പ്രദേശവാസികളുടെ കൺസെന്റ് കിട്ടി അവരെയും പ്രത്യേകം അനുമോദിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിനൊപ്പം നിന്ന് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുകൾക്ക് സഹായിക്കുന്ന MLA ഫണ്ടാണ്. MLA ഒരുപാട് ഫണ്ടുകൾ ഈ പഞ്ചായത്തുകളിലൊക്കെ കൊടുക്കുമ്പോഴാണ് അതിന് ഒരു ചെറിയ വിഹിതങ്ങൾ ഞങ്ങളും കൂടി കൊടുക്കുമ്പോൾ ആ ഗ്രാമപഞ്ചായത്തുകൾക്കും അവരെ ഒരു സഹായമാവുകയാണ്. അപ്പൊ ഈ നിരവധി ഫണ്ട് MLA ഫണ്ടും നമുക്ക് ഈ മുക്കൂനൂർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ ആഴകുളം സ്കൂളിലേക്കാണ് നമ്മൾ ഈ ഇവിടേക്ക് ഒരു ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്തിന്റെ അനുവദിച്ചിട്ടുള്ളത്. അതിന് ടീച്ചർ അതിന് നടപടിയായിട്ട് DDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. DDയുടെ ലെറ്റർ ഒക്കെ കിട്ടി സാങ്ഷൻ കിട്ടിയാലാണ് ജില്ലാ പഞ്ചായത്തിന് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഭരണസമിതിയുടെ ഭാഗത്തിനും നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പൊ നമ്മുടെ സ്കൂളില് നമ്മൾ മുക്കൂനൂർ സ്കൂളിൽ നമ്മൾ ഇതേപോലെ തന്നെ നീന്തൽ പരിശീലന കൊള്ളം അതിനുവേണ്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടേക്ക് മണ്ണ് സോയിൽ ടെസ്റ്റിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ അത് വെച്ചിരിക്കുന്ന ഫണ്ട് നമ്മളൊരു 35 ലക്ഷം രൂപ വെച്ചിരിക്കുന്ന അതിൽ തികയില്ല. വീണ്ടും നമുക്ക് അതിന് കുറച്ചുകൂടി ഫണ്ട് ആവശ്യം വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ നിരവധി ഫണ്ടുകൾ പല മേഖലകളിലായിട്ട് മുക്കൂനൂർ പഞ്ചായത്തിൽ എനിക്ക് ലഭിച്ചത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് അത് ഭരണസമിതി തരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ലക്ഷ്മി ചേച്ചി ഓർക്കുകയും ഇനി നമുക്കറിയാം ഇങ്ങനത്തെ സ്ഥലം 1 ഇഞ്ച് സ്ഥലം തരാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലും ചെറിയ വിലയിലൊക്കെ തരുന്നത്. പലപ്പോഴും നമുക്ക് ഒരു പദ്ധതി കൊണ്ടുവരണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ജില്ലയ്ക്കോ അല്ലെങ്കിൽ MLAക്കോ ഒക്കെ ഒരു ഫണ്ട് വെച്ചിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ പല പദ്ധതികളും നമുക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നല്ലൊരു മനസ്സുള്ളവരൊക്കെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് അതിനു വേണ്ടി വളരെ പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഇനി വെള്ളത്തിന്റെ സൗകര്യമുണ്ട്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്താണെങ്കിലും കുഴൽക്കിണർ വെച്ച് തീർച്ചയായിട്ടും കാലാകാലങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു സജ്ജീകരണം തീർച്ചയായിട്ടും അവർ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആത്മാർത്ഥമായ ഗ്രാമപഞ്ചായത്തിനോടും ഇതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ അംഗൻവാടിയുടെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് അംഗൻവാടികളിലൊക്കെ കയറി ചെന്നാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അംഗൻവാടിക്കകത്തേക്ക് കയറിയാൽ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവരെല്ലാം അതിനകത്ത് ഇറങ്ങാതെ ഇപ്പൊ അതിനകത്തെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു അന്തരീക്ഷത്തില് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് അതുമായിട്ട് അവിടേക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന തരത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ അംഗൻവാടിയുടെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് സാധ്യമായ ഇതിന്റെ നാൾവഴികളെ കുറിച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ മെമ്പറും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ അംഗനവാടികൾക്കും പരമാവധി സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ശ്രമം നടത്തി മുക്കന്നൂർ പഞ്ചായത്തില് കുറേയേറെ അംഗൻവാടികൾക്ക് നമുക്ക് സ്ഥലം കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സ്ഥലം കിട്ടാനാണ് പ്രശ്നം. നമുക്ക് ഫണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് പലപ്പോഴും ഏത് വാർഡിൽ ചെന്നാലും ഉള്ള പ്രയാസം ഒരു 3 സെന്റ് സ്ഥലം കിട്ടാനില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ 10ാം വാർഡിന്റെയൊക്കെ ഒരു പ്രത്യേകത അറിയാം. എല്ലാ ആളുകള് നന്നായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ എല്ലാവരും 5 സെന്റും 10 സെന്റും 15 സെന്റും ഒക്കെ ആയിട്ട് ഭൂമി കിടക്കുന്നവർക്ക് ഒരു 3 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ എന്തായാലും നമ്മുടെ ലക്ഷ്മി ചേച്ചി ഈ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി വളരെ ചുരുക്കം സ്ഥലമുള്ള ഒരാളാണ്, ഒത്തിരി സ്ഥലമൊന്നുള്ള ആളല്ല. പക്ഷെ അതിൽ നിന്നും ഇത്രയും സ്ഥലം ഇതിനു വേണ്ടി ലഭ്യമാക്കുവാനായിട്ട് ചേച്ചി തയ്യാറായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ നാടിന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി
ലക്ഷ്മി ചേച്ചിക്ക് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചേച്ചിക്ക് എല്ലാ അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതോടൊപ്പം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മുടെ ജോർജ് ഏട്ടൻ നൽകി എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ ഏതൊരു നല്ല കാര്യം വന്നാലും അത് ജയമെമ്പർ പറഞ്ഞത് കറക്റ്റാണ്. ജോർജ് ഏട്ടൻ അതിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കും. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് പരിശോധിച്ചു. അത് ന്യായമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിന് പണം നൽകാൻ ജോർജ് ഏട്ടൻ ഇന്നുവരെ നോ പറഞ്ഞിട്ടില്ല. ജോർജ് ഏട്ടനെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിശ്ചയമായിട്ടും അതെപ്പോഴും അത് നമുക്ക് കൈയച്ച് സഹായിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് സാധ്യമാക്കാൻ അതിനാവശ്യമായിട്ടുള്ള പണം നമുക്ക് ലഭ്യമാക്കിയ ജോർജ് ഏട്ടനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്കിതിനാവശ്യമായിട്ടുള്ള തുക ഇവിടെ അനുവദിച്ചു. 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ